ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. സ്കൂളുകളിൽ സുംബ എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് സർക്കാർ ഇന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. സുംബയെക്കുറിച്ചുള്ള വിവാദങ്ങൾ ലഹരിയേക്കാൾ മാരകം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ. അല്പവസ്ത്രധാരണവും ആൺപെൺ കൂടിച്ചേരലും ഒക്കെ പറഞ്ഞ ചില മതസംഘടനകൾ ഇപ്പോഴും സുംബയെ എതിർക്കുന്നുമുണ്ട്. സത്യത്തിൽ സുംബ എന്താണെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല എന്നതാണ് വാസ്തവം. ആ സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ സുംബയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അതിഥിയായി ചേരുന്നത് സുംബ ട്രെയിനറായ സാനിക പത്മനാഭനാണ്. സാനിക, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. ഇതിന് മുൻപും സുംബ സ്കൂളിലേക്ക് എന്ന്, സുംബയും ഇത്തവണ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ അഭിമാനത്തോടെ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണിത്. ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് അത് കടന്നിരിക്കുകയാണ്. സാനികയ്ക്ക് എന്താണ് ആമുഖമായി പറയാനുള്ളത് ഈ വിവാദങ്ങളോട്? വിവാദങ്ങളോട് എനിക്ക് പറയാനുള്ള, അത് വിവാദമായിട്ട് തന്നെ എന്താണ് നമ്മളത് എടുക്കേണ്ട കാര്യം പോലും ഇല്ലാത്തൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അത്രേ കുറച്ചേ എഫക്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ തീർച്ചയായിട്ടും അത് കേട്ടപ്പം ഭയങ്കര ഷോക്കിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അതിന് ഉണ്ടോ എന്നുള്ളത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിപ്പം സുംബ എന്ന് പറയുന്നത് ഒരു എക്സസൈസ് ആണ്. സുംബ ഡാൻസ് എന്ന് ആണ് നമ്മൾ ഇപ്പം സ്കൂളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, സുംബ ഡാൻസ് അല്ല, സുംബ ഫിറ്റ്നസ് ആണ്. അതൊരു ഫിറ്റ്നസ് ഫോമാറ്റ് ആണ്, ഒരു എക്സസൈസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വസ്ത്രം ധരിക്കുന്നുണ്ടാവുക അല്ലെ? ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഓടാൻ പോകുന്ന ഒരാളോ ഒരു ഷട്ടിൽ കളിക്കാൻ പോകുന്ന ഒരാളോ ഇടുന്ന ഒരു ഡ്രസ്സ് എന്തായിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും രൂപമുണ്ട്. അപ്പൊ അതുപോലെ ഇതൊരു ഡാൻസ് പരിപാടി ഒന്നുമല്ല, ഇതൊരു ഫിറ്റ്നസ് ആണ്. അപ്പൊ എക്സസൈസ് ആണ്, നമ്മുടെ ബോഡി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് തീർച്ചയായിട്ടും അതിന് പറ്റുന്ന, നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നമ്മൾ ധരിച്ചിരിക്കണം. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇവരെവിടെ നിന്നാണ് അല്പവസ്ത്രധാരി എന്ന കോൺസെപ്റ്റ് കിട്ടിയെന്ന് അറിയില്ല. പക്ഷെ ഓരോരുത്തരും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് യൂസ് ചെയ്യുക. ഇത് സ്കൂളിനെ സംബന്ധിക്കുന്നിടത്തോളം സ്കൂളിൽ ഇത് വന്നത്, കുട്ടികളിൽ കൊണ്ടുവന്നിരിക്കുന്നത് സ്കൂൾ ടൈമിലാണ്. അപ്പൊ തീർച്ചയായിട്ടും അവര് യൂണിഫോം ധരിച്ചിട്ടാണ് ഇതുവരെയ്ക്കും എല്ലാ വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുള്ളത് കുട്ടികൾ ചെയ്യുന്നതായിട്ട്. അപ്പം ഈ ഒരു ആശങ്ക അവർക്ക് ഒരിക്കലും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എവിടെയും വരുന്നില്ല. കാരണം സ്കൂളിൽ ഒരിക്കലും ആരും മറ്റു വസ്ത്രങ്ങൾ ധരിച്ചു പോവാറില്ല. സ്കൂളിൽ പോകാനായിട്ട് ഒരു യൂണിഫോം എന്ന് പറയുന്ന ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അപ്പം എല്ലാവരും ആ ഡ്രസ്സിലായിരിക്കും സ്കൂളിൽ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ ഒന്നും ചെയ്യാനുള്ള അവസരം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഒന്നും ഒരു സ്കൂളിൽ സുംബ കൊണ്ടുവന്നതിന് ഒരു വസ്ത്രത്തിന്റെ പേരിൽ ഇത്ര വലിയ വിവാദം ഉണ്ടാവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വസ്ത്രത്തിന്റെ പേരിൽ മാത്രമല്ല, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ആണും പെണ്ണും കൂടി ചേർന്ന് നിന്ന് തുള്ളുന്നു എന്നാണ്. അവിടെയാണ് വിഷയം. ഈ ഡ്രസ്സ് വന്നത് വിഷയം മെയിന് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എന്നുള്ളതാണ്. ആണും പെണ്ണും ഒരുമിച്ച് ചെയ്യുന്നു ഒരു പ്രോഗ്രാം അവർ ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഇതിനകത്ത് കാര്യമായിട്ടൊന്നും അഭിപ്രായം പറയണം എന്ന് എനിക്കില്ല. പക്ഷെ ഇത്രയും നാളായിട്ട് ഇതിപ്പോ ഈ പറയുന്നത് എല്ലാവരും അല്ല, ജനറലൈസ് ചെയ്തിട്ടല്ല ഈ ഒരു ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത്. അത് ചില ഒരു മത വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ നിന്ന്, അതിനകത്തൊരു ഗ്രൂപ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. ഞാൻ ഇതിനു മുമ്പ് കേട്ട് മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇതേ സമുദായത്തിൽ പെടുന്ന അവരുടെ തന്നെ ഒരു എക്സസൈസ് ഫോമാറ്റ് ഏകദേശം 10 കൊല്ലമായിട്ട് ചെയ്യുന്നതാണ്. എൻ്റെ അറിവില് മാക്സിമം അതേ സമുദായത്തിലുള്ള ആളുകളാണ് അതിന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും. മെക് 7 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 7 തരം എക്സസൈസ് റുട്ടീന് ഒരുമിച്ച് അവരൊരു 21 സെറ്റ് ഓഫ് എക്സസൈസുകൾ വന്ന് ഒരു 25 മിനിറ്റിൽ ചെയ്യുന്ന ഒരു എക്സസൈസ് സംഭവമാണ്. അത് കൂട്ടത്തോടെ ചെയ്യുന്ന, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതാണ്. അതിനകത്ത് ഈ സമുദായത്തിൽ പെട്ടവരെ ആണ് അതിന്റെ കൂട്ടായ്മ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ അവരുടെ ഈ പറയുന്ന വേഷം തന്നെയാണ് അവർ ധരിക്കുന്നതും. അവരുടെ സമുദായം അവരോട് പറഞ്ഞിട്ടുള്ള അതനുസരിച്ച് ബുർക്കയായാലും ഹിജാബ് ആയാലും ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിനെ പോലും വിമർശിച്ച ഒരു കൂട്ടരാണ് ഇവര്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്നും അല്ലാത്ത ആൾക്കാരെ അവര് ഒബ്വിയസ്ലി അത് പറയാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഒരു ഫോർ ദ ടൈം ബീങ് അത് നമ്മൾ കേൾക്കുന്നു. അതിൽ കൂടുതൽ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ ആറിപ്പോവും. അല്ലെങ്കിൽ ഒരു മുഖവരയ്ക്ക് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇതിനെന്നാണ്. ഇത്രയും ഒരു നമ്മള്
എന്താ ഫസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ വിവാദം ആക്കേണ്ട വിഷയമില്ല പക്ഷെ എന്നാണ്. അത് വിവാദത്തിനപ്പുറത്തേക്ക് സ്കൂളിലെ കാര്യമാണ്. കുട്ടികളുടെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങണമെന്ന് പറയുമല്ലോ സാനിക. അപ്പൊ അവരിത് കേൾക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ അവരുടെ മനസ്സിലേക്ക് കയറുന്നത് അതെന്താ ഞങ്ങൾ കളിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങൾ ആണും പെണ്ണും ഇടകലർന്ന് നിന്ന് സുംബ കളിച്ചാൽ എന്താ, അവരുടെ മനസ്സിൽ ഇല്ലാത്തൊരു കാര്യമായിരിക്കും ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളുടെ. അപ്പൊ അവരുടെ മനസ്സിലേക്ക് കൂടി ഇത് കയറുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചർച്ച ചെയ്യുകയും അത് സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്യണ്ടേ? അതെ, അത് ഇപ്പൊ സ്കൂളില് മിക്സഡ് സ്കൂളുകളാണ്, മെജോറിറ്റി സ്കൂളുകൾ മിക്സഡ് സ്കൂളുകളാണ്. ഇത് ചെയ്യുന്നത് മിക്സഡ് ആയിട്ട് തന്നെ. അപ്പൊ അവിടെ ഒരിക്കലും അവരെ മാറ്റി നിർത്തുന്ന കാര്യം നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. ഇതിപ്പോ ഈ ഒരു വിവാദത്തിന്റെ പേരിൽ ഒരിക്കലും അവരെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് രണ്ടുപേരെയും രണ്ടായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പിന്നെ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന അങ്ങനത്തെ ഒരു മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് അവരുടെ സൗകര്യത്തിന് ചെയ്യാം. പക്ഷെ ജനറലൈസ് ചെയ്തിട്ട് എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം എന്താ പറയുക, ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടല്ല പിള്ളേരെ പഠിപ്പിക്കേണ്ടത്. അത് മാത്രമല്ല, ഇപ്പോ ഉള്ള ടീനേജ് കുട്ടികൾക്കായാലും നമ്മൾ ഈ പറയുന്നതൊക്കെ അവർക്ക് ഭയങ്കര എന്താ പറയാ, അവര് അതിൽ നമ്മളെക്കാളും ഒക്കെ ചിന്തയിലൊക്കെ ഒരുപാട് വലുതായി. അവർക്ക് വിശാലമായിട്ട് ചിന്തിക്കാനും ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെക്കാളും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന കുട്ടികളാണ്. അപ്പൊ അവരോട് ഇതൊക്കെ പറയുന്നത് അവർക്ക് വളരെ നമ്മളെന്താ ഇത്ര ബാലിശമായിട്ട് ചിന്തിക്കുന്നതെന്നായിരിക്കും അവര് തന്നെ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം ആരും സെഗ്രിഗേറ്റ് ചെയ്ത് ഈ പരിപാടി ചെയ്യുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇത് സുംബയായിട്ട് റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ, സുംബ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫിറ്റ്നസ് ആണ്. അത് ഗ്രൂപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്, ഒറ്റയ്ക്കല്ല ചെയ്യുക. അപ്പൊ ജനറലി നമ്മൾ കാണുവാണെങ്കിൽ വലിയ വലിയ സിറ്റീസിലൊക്കെ, ഇനി വേൾഡ് വൈഡ് നോക്കുവാണെങ്കിൽ മിക്സഡ് ആയിട്ടാണ് ഇത് ചെയ്യുക. ഇത് ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോ ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞു, എക്സസൈസ് എന്ന് പറഞ്ഞു, നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നത്. അത് ശാരീരികം മാത്രമല്ല മാനസികവും കൂടിയായിട്ടുള്ള ഒരു ആരോഗ്യവും ഇതിൽ വരുന്നുണ്ട്. നമുക്കറിയാലോ, അതിനകത്ത് പാട്ടുണ്ട്, മൂവ്മെന്റ് ഉണ്ട്. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ കുറച്ച് കാലറി ബേണിംഗ് അവിടെ നടക്കുക. അതേപോലെ സ്ട്രെസ് റിലീഫ് നടക്കുവാണ്, ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാണ്. അവിടെ ആണ് പെണ്ണ് വിവേചനം ഒരിടത്തും വരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഒന്നല്ല ഒന്നിച്ച് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന യൂണിറ്റി എന്നുള്ള കോൺസെപ്റ്റ് സ്കൂളിൽ നിന്നാ വരണ്ടേ. നീ വേറെ ഞാൻ വേറെ എന്നുള്ള ചിന്ത അവിടുന്നേ തുടങ്ങിയാ പിന്നെ അവര് പുറത്തോട്ട് വരുമ്പോ ഇതുപോലെയുള്ള വിഷയങ്ങൾ കൂടുക ചെയ്യുക. ആക്ച്വലി അവരെ എപ്പോഴും ഒന്നായിട്ടിരിക്കുക. അത് ആണെന്നോ പെണ്ണെന്നോ മതത്തിന്റെയോ അല്ലെങ്കിൽ ഒന്നും ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിന്റെയോ ഒന്നിന്റെയും ഒരു വിവേചനം അവർക്ക് വരാൻ പാടില്ല. എല്ലാം കൊണ്ട് അവർ ഒന്നായിരിക്കണം എന്നുള്ള ചിന്തയില്, അതിനുവേണ്ടിയാണ് ചെറുതിലെ സ്കൂളിൽ മിക്സഡ് സ്കൂൾ തന്നെ പഠിപ്പിക്കുന്നതും. അതാണ് ഒരുമിച്ചാണ് പിള്ളേരെ ഇരുത്തുന്നത്. 1ാം ക്ലാസ് 2ാം, കുറച്ച് വലുതാവുമ്പോ അവർ മാറിപ്പോവെങ്കിലും ഇടകലർത്തി ബെഞ്ചിലാണ് അവർ ഇരുത്തുന്നത്. അങ്ങനത്തെ ഒരു ചിന്ത അവരിൽ വരുന്നത് എന്നും ക്യൂരിയോസിറ്റി കൂട്ടാനും ഈ പറഞ്ഞ പോലത്തെ പല കാര്യങ്ങളും മേ ബി അതൊരു നെഗറ്റീവ് ഇഫക്റ്റ് അവരിൽ ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാനിക, മറ്റൊന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ സുംബയെ കുറിച്ച് അറിയാത്തവർ, അതായത് കൃത്യമായി അറിയാത്തവർ ഇനിയും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒന്നിച്ച് നിന്ന് ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം സുംബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അന്ന് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള ഒരു ഊർജവും ഈ ഹാപ്പി ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും ഒക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അന്ന് പറഞ്ഞത് അല്ലെ. ചിരിക്കുക, ഒന്നിച്ച് ചിരിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ അപ്പൊ അതെന്താണെന്ന് അറിയാതെയാണ് പറയുന്നത് സുംബ ഒരുമിച്ച് നിർത്തി ചെയ്യിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ എനിക്ക് തോന്നുന്നു രാവിലെ ഇന്നിപ്പോ മന്ത്രി വന്ന് സംസാരിച്ചതിന് ശേഷം നിലപാടിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് അവരോട് ചോദിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് നേരത്തെ രക്ഷകർത്താക്കളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ ചർച്ച ചെയ്തിട്ടല്ല സുംബ അതിലേക്ക് കൊണ്ടുവന്നത് എന്ന രീതിയിലേക്കൊക്കെ ചർച്ചകൾ പോകുന്നുണ്ട്. യൂണിഫോം ഇട്ടാണ് കുട്ടികൾ സുംബ സ്കൂളിൽ ചെയ്യുന്നതെന്നും ഈ അല്പവസ്ത്രം എന്നുള്ള കാര്യം പാടെ തള്ളിക്കൊണ്ടാണ് മന്ത്രി ഇന്ന് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് പിന്നോട്ടോ ഇപ്പോൾ പറയുന്നത് ആലോചിച്ചില്ല എന്തുകൊണ്ട് സുംബ നടപ്പിലാക്കുന്നു സ്കൂളുകളിൽ എന്നുള്ള ഒരു ചോദ്യം. ഓക്കെ, ഇതിപ്പം ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതിപ്പം നിങ്ങൾ പറഞ്ഞു പാരന്റ്സിനോട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്കൂൾ അധികൃതരോട് സംസാരിച്ചില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സംഭവം വന്നു. അപ്പൊ അങ്ങനെ പറയുമ്പം ഞങ്ങൾ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതേപോലെ തന്നെ
സുംബ ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. 300ഓളം ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് എല്ലാ ജില്ലകളിലുമായിട്ട്. അതിനൊരു കൂട്ടായ്മ, ഞങ്ങളുടെ ഒരു മീൻസ് ഒഫീഷ്യലി ഒരു ഗ്രൂപ്പ് ഇല്ലെങ്കിലും നമുക്ക് ഞങ്ങളുടേതായ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നെറ്റ്വർക്കിംഗ് ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് കുറച്ച് റെപ്രസെന്റേറ്റീവ്സ് പോയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. പക്ഷേ അപ്പോ പോലും നമ്മളുമായിട്ട് അവർ ഡിസ്കസ് ചെയ്യുക ഇതെന്താണ് സുംബ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തത്. അനൗൺസ് ചെയ്തതിന് ശേഷമാണ് അവര് സുംബ എന്താണെന്ന് അന്വേഷിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് സങ്കടങ്ങളുണ്ട്. അത് അറിയിക്കാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇന്നും ഒരു തീരുമാനം അതിനായിട്ടില്ല. ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പല വീഡിയോസും ഒക്കെ കാണുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ക്യാപ്ഷൻ ഉണ്ടല്ലോ, തുള്ളലല്ല സുംബ, അത് ഏറ്റവും എന്താ പറയാ വളരെ ആപ്റ്റ് ആയിട്ടുള്ളതായി മാറുന്നത് അവിടെയാണ്. ഇത് ഇന്നത്തെ ഈ പരിപാടിയുടെ പേര് വായിച്ചപ്പം എനിക്ക് തോന്നിയത് അതാണ്. കാരണം എന്താണ്, ഇവര് കുറെ ടീച്ചേഴ്സിനെ ട്രെയിനിങ് കൊടുത്തു. അത് ആര് ട്രെയിനിങ് കൊടുത്തു എന്നുള്ളത് അറിയില്ല. അവർക്ക് 2-3 പാട്ട് പഠിപ്പിച്ചു, അവർ സ്കൂളിൽ പോയി പഠിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പം ഇതെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ചെയ്യുന്നവർക്ക് ആർക്കും ഇതെന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പഠിച്ചവരോ ട്രെയിൻ ചെയ്തവരോ അല്ല ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന് അത് കുട്ടികളിലേക്ക് എത്തുമ്പം പലപ്പോഴും അതൊരു തുള്ളൽ മാത്രമായി മാറുവാണ്. അപ്പം ഇതൊക്കെ കാണുന്നത് കൊണ്ടും ആവാം ഇതെന്താ ഈ പരിപാടി, ഇതിനൊരു കൃത്യമായ ഒരു ചിട്ടയോ ഒരു ഫോർമാറ്റോ ഇല്ലാത്തതായിട്ട് ജനറൽ പബ്ലിക്കിന് തോന്നാം. അപ്പൊ അതും ഒരു കാരണമാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുംബ എന്ന് പറയുന്നത് ഒരു ലൈസൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അത് കൃത്യമായിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അതിന്റെ ലൈസൻസ് എടുത്തിട്ടാണ് നമ്മൾ ആൾക്കാരെ ചെയ്യിക്കുന്നത്. അതായത് നമ്മൾ പഠിപ്പിക്കുക, അല്ലെ വി ആർ ഇൻസ്ട്രക്ടിങ്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാണ് എങ്ങനെയാണ് ഒരു ബോഡി മൂവ്മെന്റ് ചെയ്യേണ്ടത്. അതിനകത്ത് ഒബ്വിയസ്ലി പാട്ടും ഡാൻസും ഉണ്ട്. ഡാൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫിറ്റ്നസ് മൂവ്മെന്റ് ആണ്, അതായത് എറോബിക്സും ഡാൻസും. അപ്പൊ അത് നമ്മൾ കൃത്യമായി ഇൻസ്ട്രക്ട് ചെയ്ത് ഓരോ ഭാഗങ്ങളെ എങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും അതല്ലാത്തവർ പഠിപ്പിക്കുന്നതിലും തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. പിന്നെ ഈ പേര് സുംബ എന്നുള്ള പേര് അതൊരു കോപ്പിറൈറ്റഡ് പേരാണ്. ഇതൊരു കമ്പനിയാണ്. സുംബ എന്ന് പറഞ്ഞ കമ്പനിയാണ്. നമ്മൾ പല ന്യൂസ് ചാനലിലും കണ്ടു, ഒരു കൊളംബിയൻ ഡാൻസർ ഉണ്ടാക്കി. അപ്പൊ അതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കി അവരതിനെ കോപ്പിറൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുണ്ടാക്കുന്ന പാട്ടുകളും അവരുണ്ടാക്കുന്ന കൊറിയോഗ്രാഫികളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഈ ഇൻസ്ട്രക്ടേഴ്സ്, ജിൻസ് എന്ന് പറയുന്നവർ. അപ്പൊ അങ്ങനെ ഒരാളിലൂടെ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഇഫക്റ്റും അത് കാണുന്ന ആൾക്കാരിൽ ഉണ്ടാവുന്ന വ്യത്യാസവും തീർച്ചയായിട്ടും വ്യത്യാസമാണ്. അപ്പൊ അത് എന്തുകൊണ്ട് സർക്കാർ മനസ്സിലാക്കിയിട്ടില്ല? അതായത് സാനിക പറയുന്നതിനെ ഒന്നുകൂടി ഒന്ന് തെളിച്ചു പറയുകയാണെങ്കിൽ, സുംബ സ്കൂളുകളിൽ വളരെ നല്ലതാണ്, പക്ഷേ സുംബ പഠിപ്പിക്കേണ്ടതുപോലെ തന്നെ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കണം. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ആൽബർട്ടോ ബെറ്റോ പെറസ് എന്ന് പറഞ്ഞ അതെ കൊളംബിയൻ നർത്തകനാണ് ഇത് ഈ സുംബ എന്നുള്ള ഒരു വ്യായാമ മുറ അത് വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് അതേ രീതിയിൽ അതിന്റെ അത്രയും സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സ്കൂളുകളിൽ നിലനിർത്തണമെന്നാണ് സാനിക പറയുന്നത്. അതെ, അത് നിലനിർത്തണം. അതിനുള്ള ആളുകളുണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, അവരെ യൂസ് ചെയ്യാം. അവരെ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ പേര് യൂസ് ചെയ്യാനും സർക്കാരിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് അവർ കൂടുതലായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം, അല്ലാതെ ഈ വേണ്ട എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് സംസാരിക്കുകയേ വേണ്ട, അല്ലെ? അതെ, ഇത് തുടർന്നു പോകുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം. അത് ഈ വിവാദങ്ങളൊന്നും കൊണ്ടല്ല, ഈ നടത്തിക്കൊണ്ട് പോകേണ്ട രീതി വേറെയാണ്, അത് മനസ്സിലാക്കണം. ശരി സാനിക, എന്തായാലും വളരെയധികം നന്ദി ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ വന്ന് പറഞ്ഞു തന്നതിന്. താങ്ക് യു സോ മച്ച്. ഇപ്പോഴും സാനിക പറഞ്ഞതുപോലെ സുംബ എന്താണ് എന്ന് അറിയാതെ സുംബയെ വിമർശിക്കുന്നവരുണ്ട്, സുംബ കളിക്കുന്നവരുണ്ട്. അപ്പോൾ അത് മാറണം എന്നാണ് പറഞ്ഞത്. വളരെയധികം നന്ദി സാനിക ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. താങ്ക് യു സോ മച്ച്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിലേക്ക് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.